Hi everyone, third semester മാത്തമാറ്റിക്സിന്റെ കാൽക്കുലസ് ഓഫ് സിംഗിൾ വേരിയബിൾ 2 എന്ന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവേഴ്സ് ഫംഗ്ഷൻസ് എന്നുള്ളതാണ്. ആദ്യമായി നമുക്ക് ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ: ഇൻവേഴ്സ് ഫംഗ്ഷൻസ്. A function g is the inverse of the function f if f of g of x equal to x for every x in the domain of g and g of f of x equal to x for every x in the domain of f. That is, നമുക്കൊരു ഫംഗ്ഷൻ g എന്ന് പറയുന്നത് f എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആവണമെങ്കിൽ എഫും ജിയും ആയിട്ടുള്ള കോമ്പോസിഷൻ ഫംഗ്ഷൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്നതും അതേപോലെ ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നതും നമുക്ക് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം ഓൺ ഡൊമൈൻ ഓഫ് കറസ്പോണ്ടിങ് ഫംഗ്ഷൻസ്. അതായത് എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ എവരി എക്സ് ഇൻ ദ ഡൊമൈൻ ഓഫ് ജി. ജിയുടെ ഡൊമൈനിലാണ് നമുക്ക് എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിട്ട് മാറേണ്ടത്. അതേപോലെ ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നതും, ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കണം. ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ എവരി എക്സ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്. ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്ന ഐഡന്റിറ്റി ഫംഗ്ഷൻ ആവുന്നത് എഫിന്റെ ഡൊമൈനിലാണ്. ഓക്കെ, equivalently we can say that g is the inverse of f if the following condition is satisfied. That is, y equal to f of x if and only if x equal to g of y for every x in the domain of f and for every y in its range. അതായത് ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് കോമ്പോസിഷൻ ഫംഗ്ഷൻസ് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആവുന്നത് എന്നുള്ളത് നമുക്ക് വേറൊരു രീതിയിൽ പറയാം. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവണമെങ്കിൽ y എക്സ് എന്ന് പറയുന്നത് വൈയുടെ ഇമേജ് ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ g എന്നുള്ളത് ഉണ്ടായിരിക്കണം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ എന്നുള്ളതായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലും നമുക്ക് പറയാം g ഈസ് ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് എഫ്. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പം ഡൊമൈൻ ഉണ്ടാവും, റേഞ്ച് ഉണ്ടാവും. ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് ഡൊമൈനിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ റേഞ്ചിലുള്ള ഡൊമൈനിലുള്ള എല്ലാ പോയിന്റ്സിനും നമുക്ക് ഫംഗ്ഷന്റെ ഇമേജസ് റേഞ്ചസിൽ എക്സിസ്റ്റ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ്ങിൽ റേഞ്ചിന് എല്ലാ ഇമേജസും റേഞ്ച് സെറ്റിലെ എല്ലാ പോയിന്റ്സിന് കറസ്പോണ്ടിങ് ഒരു ഇമേജ് എന്ന് പറയുന്നത് ജി ഫംഗ്ഷനും എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആണ് ജി എന്നുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, please note that the inverse of f is normally denoted by f inverse and we will use this notation for the entire topic. Do not confuse f inverse of x with the f of x raised to minus 1 which is equal to 1 by f of x. നമ്മളിവിടെ എഫ് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എഫിന്റെ പവറിൽ -1 എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വായിക്കുന്നത് നമ്മൾ എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നുള്ളതാണ് നമ്മുടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്നുള്ളതിന്റെ നൊട്ടേഷൻ വരുന്നത്. നമ്മൾ ഈ ഒരു എൻ്റയർ സെക്ഷനിൽ നമ്മൾ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നുള്ളതാണ് ഇൻവേഴ്സ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എഫ് ഓഫ് എക്സ് റേസ് ടു -1 എന്ന് പറയുന്നത് അത് എഫിന്റെ ഇൻവേഴ്സ് എന്നുള്ള നൊട്ടേഷൻ അല്ല, ജസ്റ്റ് റെസിപ്രോക്കൽ ഫംഗ്ഷന്റെ വാല്യൂന്റെ റെസിപ്രോക്കൽ എന്നുള്ളതാണ് ഡിനോട്ട് ചെയ്യുന്നത്. 1 ബൈ എഫ് ഓഫ് എക്സ് എന്നുള്ളതാണ്. അപ്പോൾ 1 ബൈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതല്ല ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കാം. നമ്മൾ നൊട്ടേഷൻ മാറിപ്പോകാതിരിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. Show that the functions f of x equal to x raised to 1 by 3 and g of x equal to x cube are inverses of each other. ഇവിടെ രണ്ട് ഫംഗ്ഷൻ തന്നത് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 1 by 3 എന്നുള്ളതും ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ അനുസരിച്ച് ഈ രണ്ട് ഫംഗ്ഷൻസ് ഇൻവേഴ്സ് ആവണമെങ്കിൽ ഓഫ് ഈച്ച് അതർ ആവണമെങ്കിൽ
എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്നത് നമുക്ക് ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടണം, അതേപോലെ ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടണം. ഓക്കെ, അതേപോലെ നമുക്ക് ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. First, observe that the domain and range of both f and g are -infinity to infinity. Therefore, both the composite functions f composite g and g composite f are defined. Next, we compute composition. ഇവിടെ നമുക്കറിയാം എഫ് കോമ്പോസിറ്റ് ജി എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ റേഞ്ച് സെറ്റിലാണ് നമ്മുടെ എഫിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ട് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കോമ്പോസിഷൻ എന്നുള്ളത് ഈ ഒരു ഫംഗ്ഷനിന്റെ വാല്യൂ എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതേപോലെ തിരിച്ചും നമുക്ക് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണമെങ്കിൽ ജിയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന്റെ എഫിന്റെ റേഞ്ച് സെറ്റ് എന്നുള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്കറിയാം എഫ് കോമ്പോസിറ്റ് ജിന്റെയും ജി കോമ്പോസിറ്റ് എഫിൻ്റെതും ഡൊമൈൻ അതേപോലെ റേഞ്ച് എന്ന് പറയുന്നതും എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫിൻ്റെയും ജിന്റെയും ഡൊമൈൻ എന്ന് പറയുന്നത് സെയിം സെറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ കോമ്പോസിഷൻ എന്തായാലും ഡിഫൈൻഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എഫിൻ്റെയും ജിന്റെയും ഡൊമൈൻ എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് എക്സ് റേസ് ടു 1/3 എന്ന് പറയുന്നതും എക്സ് റേസ് ടു 3 എന്ന് പറയുന്നതും നമ്മളെ റിയൽ നമ്പേഴ്സിലെ എല്ലാ വാല്യൂവിലും നമ്മൾ ഡിഫൈൻഡ് ആയിട്ടുള്ളതാണ്. അതേപോലെ നമ്മുടെ എക്സ് ക്യൂബ് എന്ന് പറയുന്നതും ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നതും നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും വരുന്ന എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ഫംഗ്ഷൻ്റെയും ഡൊമൈൻ എന്ന് പറയുന്നത് -ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണെന്നുള്ളത് പറയാൻ പറ്റും. സോ എഫ് കോമ്പോസിറ്റ് ജി ആൻഡ് ജി കോമ്പോസിറ്റ് എഫ് ആർ ഡിഫൈൻഡ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എഫ് കോമ്പോസിറ്റ് ജി എന്താണ്, ജി കോമ്പോസിറ്റ് എഫ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക, എഫ് ഓഫ് ജി ഓഫ് എക്സ്, ദാറ്റ് ഈസ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നുള്ളതാണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ജി ഓഫ് എക്സിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 1/3 ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ജി ഓഫ് എക്സ് റേസ് ടു 1/3 എന്നുള്ളത് വരും. ഇനി ഇവിടുത്തെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ ആണ്. എക്സ് ക്യൂബ് റേസ് ടു 1/3 എന്നുള്ളതായിരിക്കും വരും. നമുക്കറിയാം എക്സ് റേസ് ടു 3 റേസ് ടു 1/3 എന്ന് പറയുന്നത് ഇവിടെ എക്സിന്റെ പവർ എന്ന് പറയുന്നത് 3 × 1/3 എന്നുള്ള വരും. 3 × 1/3 എന്ന് പറയുന്നത് 1 ആണ്, ദാറ്റ് ഈസ് എക്സ് എന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്കിവിടെ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് എന്നുള്ളതാണ് വരുന്നത്. അതായത് എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് കിട്ടും. അതേപോലെ നമ്മൾ ജി കോമ്പോസിറ്റ് എഫ് എന്നുള്ളത് നോക്കുമ്പോൾ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് റേസ് ടു 3. എഫ് ഓഫ് എക്സിലാണ് നമ്മൾ ജി എന്നുള്ള ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് റേസ് ടു 3 എന്നുള്ളത് വരും. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 1/3 എന്നുള്ളതാണ്. അപ്പോൾ എക്സ് റേസ് ടു 1/3 ഓൾ റേസ് ടു 3 എന്നുള്ളത് വരും. അപ്പോൾ റേസ് ടു പവർ 1/3 × 3 എന്ന് വരുമ്പോൾ അവിടെ 1 എന്നുള്ളതായിരിക്കും എക്സിന്റെ പവർ വരുന്നത്. ദാറ്റ് ഈസ് ജി കോമ്പോസിറ്റ് എഫ് which is equal to x for every x in the domain of f. നമുക്ക് ഇവിടെ എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും ഐഡന്റിറ്റി ഫംഗ്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ആൻഡ് ജി ആർ ഇൻവേഴ്സസ് ഓഫ് ഈച്ച് അതർ. ആൻഡ് ഇൻ ഷോർട്ട് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ എഫ് ഇൻവേഴ്സ് എന്നുള്ളതാണ് വരുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/3 ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ ഫംഗ്ഷൻസ് ഇൻവേഴ്സസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ കോമ്പോസിഷൻ ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ആണോ എന്നുള്ളതും ഇത് ഡിഫൈൻഡ് ആണെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണോ എന്നുള്ളതുമാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് the graphs of inverse functions. നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഗ്രാഫും ഫംഗ്ഷന്റെ ഗ്രാഫും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്.
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/3 എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. രണ്ട് ഫംഗ്ഷനും ഇൻവേഴ്സസ് ടു ഈച്ച് അതർ എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് ഗ്രാഫ് വരുന്നത്. അതായത് ഈ ഒരു ബ്ലൂ ഗ്രാഫ് കേവ് എന്ന് പറയുന്നത് y ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫാണ്. അതേപോലെ ഈ റെഡ് കേവ് വരുന്നത് y ഈക്വൽ ടു എക്സ് റേസ് ടു 1/3 എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫാണ്. നമ്മൾ ഈ രണ്ട് ഗ്രാഫും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലൈനിന്റെ ജസ്റ്റ് മിറർ ഇമേജ് എന്നുള്ളത് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നതാണ് ഈ രണ്ട് ഗ്രാഫ് എന്നുള്ളത് വരുന്നത്. y ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ മിറർ ഇമേജ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നതാണ് y ഈക്വൽ ടു എക്സ് റേസ് ടു 1/3 എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഇവിടുന്ന് ജനറൽ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും നമുക്ക് ഡിഫൈൻഡ് ആണ്. എഫിന്റെ ഇൻവേഴ്സ് ആണ് ജി എങ്കിൽ അതിന്റെ ഗ്രാഫ്സ് എന്ന് പറയുമ്പം എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫിന്റെ ജസ്റ്റ് മിറർ ഇമേജ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നതായിരിക്കും. റിഫ്ലക്ഷൻ അബൌട്ട് ദ ലൈൻ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നതായിരിക്കും ജി ഓഫ് എക്സിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ suppose that the point ordered pair AB is any point on the graph of a function f. Then നമ്മളിവിടെ ordered pair AB എന്ന് പറയുമ്പോൾ A എന്ന് പറയുന്നതിന്റെ ഇമേജ് ആണ് B ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് f എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫിലുള്ള ഒരു പോയിന്റ് ആണ് AB എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? B ഈക്വൽ ടു ഇമേജ് ഓഫ് A എന്നുള്ളതാണ്. ദാറ്റ് ഈസ് f ഓഫ് A എന്നുള്ളതാണ് വരുന്നത്. ആൻഡ് വി ഹാവ് f ഇൻവേഴ്സ് ഓഫ് B ഈക്വൽ ടു ബി എന്ന് പറയുന്ന പോയിന്റിൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എ എന്നുള്ളത് വരും. എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ജി കോമ്പോസിറ്റ് എഫ് ഇൻവേഴ്സ് എന്നുള്ള എഫിന്റെ ഇൻവേഴ്സ് ആണെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെന്നുള്ളതാണ് ഡെഫിനിഷൻ പറഞ്ഞത്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് എ എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു റിലേഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഷോസ് ദാറ്റ് ordered pair BA is on the graph of F inverse. Similarly, we can show that if BA, ordered pair BA lies on the graph of F inverse, then ordered pair AB must be on the graph of F. But the point BA, ordered pair BA, as you can see in figure, this is the reflection of the point ordered pair AB with respect to the line y equal to x. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബി ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറയുന്നത് എ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു. അപ്പം ഓർഡേഡ് പെയർ എ ബി എന്ന് പറയുന്ന പോയിന്റ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഗ്രാഫിൽ ഉള്ള ഒരു പോയിന്റ് ആണെങ്കിൽ അതിന്റെ ജസ്റ്റ് റിവേഴ്സ് എന്ന് പറയുന്നത് ബി എ എന്ന് പറയുന്ന ഓർഡേഡ് പെയർ എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫിലെ പോയിന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളത് ആ ഒരു ഫിഗർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് ആ രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ റിഫ്ലക്ഷൻ അബൌട്ട് ദ ലൈൻ y ഈക്വൽ ടു എക്സ് എന്നുള്ളതായിരിക്കും ബി എ എന്നുള്ള ഓർഡേഡ് പെയർ എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ഗ്രാഫ് കൺസിഡർ ചെയ്ത് ഇവിടെ ബ്ലൂ ലൈൻ കാണിച്ചിരിക്കുന്നത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഏതൊരു ഗ്രാഫ്, അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നതാണ് y ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. നമ്മളിവിടെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആ ഒരു ഗ്രാഫിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എ ബി എന്നുള്ള പോയിന്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് എ എന്നുള്ളതും y വാല്യൂ എന്നുള്ളത് ബി എന്ന് പറയുന്നതാണ്. ദാറ്റ് ഈസ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഈക്വൽ ടു ബി ഈക്വൽ ടു എഫ് ഓഫ് എ എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് എന്നുള്ളത് വരുന്നത്. നമ്മളത് ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഗ്രാഫിലും നമുക്ക് അതിന്റെ റിവേഴ്സ് പെയർ എന്ന് പറയുന്നത് ഓർഡേഡ് പെയർ എന്ന് പറയുന്നത്, അതായത് ഓർഡേഡ് പെയർ ബി എ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഗ്രാഫിൽ എക്സിസ്റ്റ് ചെയ്യും. ആ ഒരു ഗ്രാഫിൽ വരുന്ന കേസിൽ നമുക്ക് ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ഇമേജ് ആയിട്ടാണ് എ എന്നുള്ള പോയിന്റ് വരുന്നത്. അപ്പോൾ അവിടെ ബി ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എ എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഈ രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈനിന്റെ ജസ്റ്റ് റിഫ്ലക്ഷൻ പോയിന്റ്സ് ആണ് ഓർഡേർഡ് പെയർ ബി എന്ന് പറയുന്നത്, ഓർഡേർഡ് പെയർ ബി എ ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അതിൻ്റെ ആ ഒരു പ്രൂഫ് എന്നുള്ളത് നമുക്ക് കിട്ടുന്ന തിയറം എന്ന് പറയുന്നത്. The graph of f inverse is the reflection of the graph of f with respect to the line y equal to x and vice versa. അതായത് y equal to f of x എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു y equal to x എന്ന് പറയുന്ന ആ ഒരു സ്ട്രേറ്റ് ലൈനിന്റെ ജസ്റ്റ് മിറർ ഇമേജ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നതായിരിക്കും നമുക്ക് y equal to f inverse of x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് എന്നുള്ളത്. തിരിച്ചും പറയാം, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ജസ്റ്റ് എഫ് ഇൻവേഴ്സിന്റെ മിറർ ഇമേജ് ആയിട്ട് നമുക്ക് കിട്ടും വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ y ഈക്വൽ ടു എക്സ്. ഓക്കെ, അപ്പോൾ ആ തിയറത്തിന്റെ പ്രൂഫാണ് നമ്മൾ ഈ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ തിയറം പ്രൂഫ് എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, നെക്സ്റ്റ്, which functions have inverses? അപ്പോൾ നമുക്ക് എല്ലാ ഫംഗ്ഷൻസിനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിനൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. The function defined by y equal to x square with the domain minus infinity infinity and range 0 infinity. From the graph of f shown in figure 6, you can see that each value of y in the range of closed interval 0 infinity of f is associated with exactly two numbers x equal to plus or minus root y in the domain of minus infinity infinity of f except for y equal to 0. This implies that f does not have an inverse, since the uniqueness requirement of a function cannot be satisfied in this case. Observe that any horizontal line y equal to c where c greater than 0 intersects the graph of f at more than one point. നമ്മളിവിടെ y equal to f of x എന്ന് പറയുന്നത് y equal to x square എന്നുള്ള ഗ്രാഫാണ് കൺസിഡർ ചെയ്യുന്നത് വിത്ത് ഡൊമൈൻ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി, അതായത് കംപ്ലീറ്റ് റിയൽ ലൈനിൽ ആണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ 0 to ഇൻഫിനിറ്റി എന്നുള്ളതായിരിക്കും ഈ ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ഇൻവേഴ്സ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് എക്സിന് കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ എന്നുള്ളതാണ് വരുന്നത്. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് ഡൊമൈൻ ആയതുകൊണ്ട് നമുക്ക് ആ മൈനസ് റൂട്ട് വൈ എന്നുള്ളതും അതേപോലെ പ്ലസ് റൂട്ട് വൈ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എക്സിന് കറസ്പോണ്ടിങ് വൈ വാല്യൂസ് എന്നുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇവിടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 0 to ഇൻഫിനിറ്റി എന്നുള്ള ആ ഒരു ഡൊമൈനിൽ y വാല്യൂസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ y വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റൂട്ട് വൈ എന്ന് പറയുന്നതും മൈനസ് റൂട്ട് വൈ എന്ന് പറയുന്നതും നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ പോസിബിൾ അല്ല, കാരണം രണ്ട് വാല്യൂസ് ഇമേജസ് ആയിട്ടായിരിക്കും നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഡൊമൈനിൽ കറസ്പോണ്ടിങ് ഇമേജസ് എന്നുള്ളത് വരുന്നത്. അപ്പോൾ ഒരു ഇമേജിന് ഒരു ഡൊമൈനിലെ പോയിന്റിന് കറസ്പോണ്ടിങ് നമുക്ക് യുണീക്ക് ഇമേജ് ആയിരിക്കണം എന്നുള്ളതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് ആ ഒരു ഫംഗ്ഷൻ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയും. ഓക്കെ, നമ്മൾ ഈ ഒരു ഡൊമൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ നെഗറ്റീവ് വാല്യൂസും കൂടെ വന്നതുകൊണ്ടാണ് നമുക്കിവിടെ പ്രോബ്ലം വന്നത്, അതായത് രണ്ട് ഇമേജസ് ഇവിടെ വന്നു പോയത്. അപ്പോൾ അവിടെ നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, that is, next consider the function g defined by the same rule as that of f, namely y equal to x square, but with the domain restricted to closed interval 0 infinity.
From the graph of G shown in figure 7, you can see that each value of y in the range 0 infinity of G is mapped onto exactly one number y x equal to root y in the domain 0 infinity of G. Thus, in this case, we can define the inverse function of G from the range 0 to infinity of G onto the domain 0 to infinity of G. To find the rule for G inverse, we solve the equation y equal to x square for x in terms of y. That is, x equal to root y. Since x greater than or equal to 0, so G inverse of y is equal to root y. Or since y is a dummy variable, we can write G inverse of x equal to root x. Okay. So, നമ്മൾ ആ ഒരു ഡൊമൈനിൽ ഇവിടെ 0 to infinity ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ y equal to x square എന്നുള്ള ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലൊരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ y ചൂസ് ചെയ്യുകയാണെങ്കിൽ yയുടെ ജസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത് yയുടെ ഇമേജ് ആയിട്ട് നമുക്ക് ഒരു സിംഗിൾ വാല്യൂ ആണ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് റൂട്ട് y എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് y equal to x square എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 to ഇൻഫിനിറ്റിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ 0 to ഇൻഫിനിറ്റിയിൽ നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് y എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ഡമ്മി വേരിയബിൾ ആണ് നമ്മൾ y ആയിട്ട് യൂസ് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ആ y എന്നുള്ള വേരിയബിൾ ചേഞ്ച് ചെയ്യാം. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ നമുക്ക് എഫ് കോമ്പോസിറ്റ് ജിയും അല്ലെങ്കിൽ ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്ന പോലെ എഫ് കോമ്പോസിറ്റ് ഇവിടുത്തെ എഫ് ഇൻവേഴ്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്സ് റേസ് ടു എക്സ് സ്ക്വയർ റേസ് ടു 1/2 എന്നുള്ളതും അതേപോലെ എക്സ് റേസ് ടു 1/2 റേസ് ടു 2 എന്നുള്ളതും വരും. അപ്പോൾ ആ രണ്ട് വാല്യൂസും നമുക്ക് എക്സ് എന്നുള്ളത് തന്നെയാണ് കിട്ടുന്നത്, ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്നുള്ളത് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഡൊമൈൻ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് വരികയാണെങ്കിൽ നമുക്കവിടെ ഇൻവേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ രണ്ട് ഇമേജസ് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിവിടെ y equal to x square എന്നുള്ളത് -ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്നുള്ള ഡൊമൈനിലാണ് ഗ്രാഫ് വരയ്ക്കുന്നതെങ്കിൽ ആ ഒരു ഗ്രാഫിൽ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് y equal to കോൺസ്റ്റൻസ് എന്നുള്ള ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ലൈൻ ഇപ്പോൾ ഈ ഒരു ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് y equal to സം കോൺസ്റ്റന്റ് എന്നുള്ള ഒരു ലൈൻ ആണെങ്കിൽ ആ ലൈൻ നമുക്ക് ഗ്രാഫിലെ എക്സാക്ട്ലി 2 പോയിന്റ്സിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന കേസസിലാണ് നമുക്ക് അവിടെ ഫംഗ്ഷൻ എന്നുള്ളത് ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യാതെ വരുന്നത്. ഇവിടെ 0 to ഇൻഫിനിറ്റിയിലാണ് നമ്മൾ ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 0 to ഇൻഫിനിറ്റിയിൽ നമ്മൾ y equal to z എന്ന് പറയുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്ന എക്സാക്ട്ലി 1 പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, എക്സാക്ട്ലി 1 പോയിന്റിലാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് ടച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം ആ ഗ്രാഫിന് ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത്. അപ്പം അങ്ങനെ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് ഗ്രാഫിൽ ഒരു സിംഗിൾ പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ വരുന്ന ഫംഗ്ഷൻ പറയുന്നതാണ് 1-to-1 ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പോൾ എന്താണ് ഒരു 1-to-1 ഫംഗ്ഷൻ എന്നുള്ളത് നോക്കാം. ഡെഫിനിഷൻ: എ ഫംഗ്ഷൻ f with domain D is 1-to-1 if no two numbers in D have the same image. That is, f of x1 not equal to f of x2 whenever x1 not equal to x2. അതായത് നമ്മളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1-to-1 ഫംഗ്ഷൻ അല്ലെങ്കിൽ 1-1 ഫംഗ്ഷൻ ആവണമെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡൊമൈനിലെ പോയിന്റ്സിന് കറസ്പോണ്ടിങ് ഇമേജസ് എന്ന് പറയുന്നതും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഓക്കെ, നമുക്കൊരു ഫംഗ്ഷൻ 1-1 ആണ് അല്ലെങ്കിൽ 1-to-1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെന്ന് എടുക്കുകയാണെങ്കിൽ x1 ഈക്വൽ ടു x2 എന്ന് പറഞ്ഞാൽ മതി. x1 ഈക്വൽ ടു x2 എന്ന് നമുക്ക് കിട്ടിക്കഴിയുകയാണെങ്കിൽ അത് 1-to-1 ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ പറയുന്നത് എഫ് ഓഫ് x1 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് x2 whenever x1 not equal to x2 എന്നുള്ളതാണ്. അതായത് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് ഇൻ ഡൊമൈൻ
have the distinct images എന്നുള്ളതാണ് വൺ ടു വൺ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ജോമെട്രിക്കൽ ആയിട്ട് നമുക്ക് വൺ ടു വൺ ഫംഗ്ഷൻ എന്നുള്ളത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ കണ്ടു y equal to f of x എന്ന് പറയുന്ന f of x equal to x square എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫിൽ ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുമ്പോൾ എക്സാക്ട്ലി വൺ പോയിന്റിലാണ് ആ ഒരു ലൈൻ ടച്ച് ചെയ്യുന്നതെങ്കിലാണ് നമുക്ക് വൺ ടു വൺ എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഈസ് വൺ ടു വൺ if every horizontal line intersects its graph at no more than one point. ഒരു പോയിന്റിൽ കൂടുതൽ പോയിന്റിൽ നമുക്ക് ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ടച്ച് ചെയ്യില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ദിസ് ഈസ് കോൾഡ് ദ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഫംഗ്ഷൻ വൺ വൺ ആണോ എന്നുള്ളതും ചെക്ക് ചെയ്യാം. അതേപോലെ നമുക്ക് വൺ വൺ ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം ഫംഗ്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വൺ ടു വൺ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ ഹാസ് ആൻ ഇൻവേഴ്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് വൺ ടു വൺ. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൺ ടു വൺ ഫംഗ്ഷൻ ആയിരിക്കണം. ഏതൊരു വൺ ടു വൺ ഫംഗ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ വൺ ടു വൺ ആണോ അല്ലെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേറൊരു മെത്തേഡ് എന്നുള്ളത് ആ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ലൈൻസ് y ആക്സിസിന് y ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള ലൈൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ലൈൻസ് എന്ന് പറയുന്നത് ഗ്രാഫിൽ ഒരു സിംഗിൾ പോയിന്റിൽ മാത്രമായിരിക്കും ടച്ച് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഡിറ്റർമിൻ വെദർ ദ ഫംഗ്ഷൻ ഹാസ് ഇൻവേഴ്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ f of x equal to x raised to 1 by 3. Second function f of x equal to x cube minus 3x plus 1. ഫസ്റ്റ് ഫംഗ്ഷന് നമ്മൾ ഗ്രാഫ് കണ്ടു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 1 by 3 എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഡൊമൈൻ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ആ ഒരു ഫിഗർ പറഞ്ഞിരുന്നു. ഈ ഒരു ബ്ലൂ ലൈൻ ആണ് നമ്മുടെ y equal to x cube എന്നുള്ള ലൈനും അതേപോലെ റെഡ് ലൈൻ ആണ് നമ്മുടെ y equal to x raised to 1 by 3 എന്നുള്ളതും വരുന്നത്. ഇപ്പോൾ റെഡ് ലൈനിൽ നമ്മൾ ഈ ഒരു എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് നമ്മൾ y equal to കോൺസ്റ്റന്റ് എന്നുള്ള ലൈൻസ് പാരലൽ ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു y equal to x raised to 1 by 3 എന്ന് പറയുന്ന ഗ്രാഫിൽ നമുക്ക് എക്സാക്ട്ലി വൺ പോയിന്റ്സിലായിരിക്കും ഏതൊരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിലും ടച്ച് ചെയ്യാന്നുള്ളത് വരും. Okay, that is y equal to x raised to 1 by 3 is a one-to-one function. Therefore, it has an inverse on minus infinity infinity എന്നുള്ളത് പറയാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് x cube എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ദ ഗ്രാഫ് ഓഫ് f is shown in figure 8. f of x equal to x cube minus 3x plus 1 എന്നുള്ളതിന്റെ ഗ്രാഫാണ് ഈ ഒരു ഫിഗർ വരുന്നത്. അപ്പോൾ ആ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫിഗറിൽ y ഈക്വൽ ടു 1 എന്നുള്ള ലൈനാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ y ഈക്വൽ ടു 1 എന്നുള്ള ലൈൻ ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫിൽ 3 പോയിന്റ്സിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് -√3 എന്ന് പറയുന്ന പോയിന്റിലും 0 എന്ന് പറയുന്ന പോയിന്റിൽ കറസ്പോണ്ടിങ്ങും അതേപോലെ √3 എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ്ങും നമുക്ക് ആ y ഈക്വൽ ടു 1 എന്നുള്ള ടച്ച് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗ്രാഫ് വരയ്ക്കാതെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ y ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 1 എന്ന് പറയുമ്പം y ഈക്വൽ ടു 1 ആവുന്നത് ഏതൊക്കെ കേസിലാണെന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ x ഈക്വൽ ടു 0 ആവുമ്പം 0 മൈനസ് 3 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 വരും. ഇപ്പോൾ y ഈക്വൽ ടു 1 എന്നുള്ളത് കിട്ടും. അതേപോലെ x ഈക്വൽ ടു √3 ആകുമ്പം √3 ക്യൂബ് മൈനസ് 3 ഇൻറ്റു √3 പ്ലസ് 1 എന്നുള്ളത് വരും. √3 ക്യൂബ് എന്ന് പറയുന്നത് 3 ഇൻറ്റു √3 എന്നുള്ളതാണ്. ദാറ്റ് ഈസ് 3 ഇൻറ്റു √3 മൈനസ് 3 ഇൻറ്റു √3 പ്ലസ് 1 എന്നുള്ളത് വരും. അപ്പോൾ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 0 ആയിട്ട് മാറും. 0 പ്ലസ് 1 എന്നുള്ളത് വരുമ്പോൾ y ഈക്വൽ ടു 1 എന്നുള്ളത് കിട്ടും.
ഇപ്പോൾ എക്സ് ഈക്വൽ ടു √3 ആകുമ്പോൾ നമുക്ക് y എന്ന് പറയുന്നത് 1 ആണ് കിട്ടുന്നത്. അതേപോലെ നമുക്ക് y ഈക്വൽ ടു എക്സ് ഈക്വൽ ടു -√3 എന്നുള്ളത് വരുമ്പോൾ എക്സ് റേസ് ടു 3 എന്ന് പറയുമ്പോൾ -√3 ക്യൂബ് എന്നുള്ളത് വരും. ദാറ്റ് ഈസ് -3√3 എന്നുള്ളത് വരും. -3 ഇൻറ്റു -√3 എന്ന് പറയുന്നത് +3√3 എന്നുള്ളത് വരും. അപ്പോൾ -3√3 +3√3 എന്ന് പറയുമ്പോൾ ഈ ഒരു ടേം 0 ആവും. പിന്നെ ഒരു 1 എന്നുള്ളത് മാത്രമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു -√3 ആകുമ്പോൾ y ഈക്വൽ ടു 1 എന്നുള്ളത് കിട്ടും. ഓക്കെ, അതായത് 1ന് കറസ്പോണ്ടിങ് നമുക്ക് 3 പോയിന്റ്സ് ഫ്രീ ഇമേജസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു 1 to 1 എന്നുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ, therefore using the above theorem, നമ്മൾ നേരത്തെ പറഞ്ഞ തിയറം അനുസരിച്ചിട്ട് എന്ത് പറയാൻ പറ്റും? ആ ഒരു 1 to 1 ഫംഗ്ഷൻ അല്ലാത്തത് കൊണ്ട് does not have an inverse എന്നുള്ളത് പറയാം. ഓക്കെ, ഇവിടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് y = x³ - 3x + 1 എന്ന് പറയുന്ന ഫംഗ്ഷന് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓൺ ദ ഡൊമെയിൻ -∞, ∞ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗൈഡ്ലൈൻസ് ഫോർ ഫൈൻഡിങ് ദ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അതിൽ ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എഫ് എന്നുള്ള ഒരു ഫംഗ്ഷനാണ് തന്നതെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് y = f(x) എന്നുള്ള രീതിയിലായിരിക്കും. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ y = f(x) എന്നുള്ള ഇക്വേഷന് എക്സിന് വേണ്ടിയിട്ട് yന്റെ ടേംസിൽ സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് ഇൻ ടേംസ് ഓഫ് y എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സും വൈയും ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് y = f ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ കിട്ടും. ഓക്കെ, അവിടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് y = f(x) എന്നുള്ള ആ ഒരു ഇക്വേഷനിൽ എക്സിന് വേണ്ടിയിട്ട് സോൾവ് ചെയ്യും. ആ ഒരു സോൾവ് ചെയ്ത് നമുക്ക് x = ഫംഗ്ഷൻ ഓഫ് y എന്നുള്ളത് വരുന്നത് ജസ്റ്റ് വേരിയബിളിനെ എക്സും y എന്നുള്ളത് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതാന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇമേജസ് ആയിട്ടാണ് നമ്മൾ y എന്നുള്ള നൊട്ടേഷൻ കൊടുക്കുന്നത്. ഡൊമെയിനിലെ പോയിന്റ്സ് എന്നുള്ളതാണ് എക്സ് ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇന്റർചേഞ്ച് ചെയ്യുന്നത്, എക്സും വൈയും ഇന്റർചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ f(x) = 1/√2x - 3. ഇവിടെ നമുക്ക് ഫംഗ്ഷന്റെ ഡൊമെയിനോ അല്ലെങ്കിൽ ഡൊമെയിൻ എന്താണെന്നൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഫംഗ്ഷൻ തന്നതാണ്. അപ്പോൾ ഫംഗ്ഷന് ഡയറക്റ്റ് നമുക്ക് നേരത്തെ ആ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് എക്സിന് വൈൻ്റെ ടേംസിൽ f(x) y = f(x) എന്ന് എക്സ്പ്രസ് ചെയ്തിട്ട് ആ എക്സിന് വൈൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് യുണീക്ക് പോയിന്റ്സ്, യുണീക്ക് വാല്യൂസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, ദ ഗ്രാഫ് ഓഫ് എഫ് ഷോൺ ഇൻ ഫിഗർ 9 ഷോസ് ദാറ്റ് f is 1 to 1 and f inverse exists. To find the rule for this inverse, write y = 1/√2x - 3. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 to 1 ഫംഗ്ഷൻ ആണെന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ആ ഒരു റൂൾ എന്താണ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നത് y = f(x) എന്നുള്ളത്, അതായത് f(x) എന്ന് പറയുന്നത് 1/√2x - 3 എന്നുള്ളത് എഴുതാം. ഇനി ഈ ഒരു ഇക്വേഷൻ നമ്മൾ എക്സിന് സോൾവ് ചെയ്യണം. അപ്പോൾ എക്സിന് സോൾവ് ചെയ്യാൻ വേണ്ടി ആദ്യം സ്ക്വയർ റൂട്ട് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ y² എന്ത് വരും? 1/2x - 3 എന്നുള്ളത് വരും. പിന്നെ നമുക്ക് ഈ ഒരു എക്സിനെ ന്യൂമറേറ്ററിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ആ എക്സിന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു ഇക്വേഷന് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും? 2x - 3 = 1/y² എന്നുള്ളത് വരും. ഓക്കെ, ആദ്യം നമ്മൾ yനെ സ്ക്വയർ ചെയ്തു. ഇവിടെ സ്ക്വയർ റൂട്ട് എന്നുള്ളത് ഈ ഒരു ടേമിന് പോകും. ദാറ്റ് ഈസ് y² = 1/2x - 3 എന്നുള്ളത്. പിന്നെ നമ്മൾ x = എന്ന് പറഞ്ഞ് എഴുതണമെങ്കിൽ ആദ്യം റെസിപ്രോക്കൽ എന്നുള്ളത് 2x - 3 എന്നുള്ള ഡിനോമിനേറ്ററിന് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ്റെ റെസിപ്രോക്കൽ എടുക്കും. 2x - 3 = 1/y² എന്നുള്ളത് കിട്ടും. അപ്പോൾ 2x = 1/y² + 3 എന്നുള്ളത് വരും. ദാറ്റ് ഈസ് 3y² + 1 / y² എന്നുള്ളത് വരും. ഓർ x =
3y square plus 1 divided by 2y square എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിവിടെ യുണീക്ക് വാല്യൂസ് ആണ്. ഏതൊരു y എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിലും x എന്ന് പറയുന്നത് ഒരു യുണീക്ക് വാല്യൂ ആയിരിക്കും. നെഗറ്റീവ് പോസിറ്റീവ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ എല്ലാം പോസിറ്റീവ് ടേംസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന് എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ള ഫോമിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് എക്സും വൈയും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് y ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2x സ്ക്വയർ എന്നുള്ളത് എഴുതാം. ഈ ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ജസ്റ്റ് വേരിയബിളിനെ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തു മാത്രം. Therefore, y equal to 3x square plus 1 by 2x square is the inverse of the function f of x equal to 1 by 2 square root of 2x minus 3. That is, f inverse of x equal to 3x square plus 1 divided by 2x square. Okay, f of x എന്ന് പറയുന്നത് നമുക്ക് 1 by square root of 2x minus 3 എന്നുള്ളതാണ്. അതിന്റെ f inverse of x എന്ന് പറയുന്നത് 3x square plus 1 divided by 2x square എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഗ്രാഫാണ് വരുന്നത്. ഇവിടെ y equal to 1 by root of 2x minus 3 എന്ന് പറയുന്നത് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രാഫ് ബ്ലൂ ലൈൻ എന്നുള്ള ബ്ലൂ കർവ് എന്ന് പറയുന്നതാണ് വരുന്നത്. കറസ്പോണ്ടിങ്ങിൽ നമ്മൾ 3x square plus 1 by 2x square എന്ന് പറയുന്ന ആ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു റെഡ് ലൈൻ എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു റെഡ് ലൈനിലായാലും ബ്ലൂ ലൈനിലായാലും നമുക്ക് എക്സാക്ട്ലി 1 പോയിന്റ്സിലാണ് ടച്ച് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലൈനിന്റെ മിറർ ഇമേജ് ആയിട്ടാണ് നമുക്ക് ഈ രണ്ട് ഗ്രാഫും എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ y ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ ജസ്റ്റ് റിഫ്ലക്ഷൻ എന്നുള്ളതാണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് എന്നുള്ളത് വിത്ത് റെസ്പെക്ട് ദ ലൈൻ y ഈക്വൽ ടു എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ച് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറയുന്നത് ഗ്രാഫ് വരയ്ക്കാനുള്ള പ്രൊസീജിയർ നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചതാണ്. അതേപോലെ നമ്മൾ ലോഗരിതമിക് ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കാനുള്ള പ്രൊസീജിയർ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ഡൊമൈൻ ഐഡന്റിഫൈ ചെയ്യണം. അതേപോലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കോൺകേവ് അപ്പ് ആണോ കോൺകേവ് ഡൗൺ ആണോ, അതേപോലെ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ള കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് സാമ്പിൾ സ്പേസ് കൺസിഡർ ചെയ്തിട്ട് ആ സാമ്പിൾ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഗ്രാഫ് എന്നുള്ളത് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ വരച്ചിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് അല്ലെങ്കിൽ y ഈക്വൽ ടു എക്സിന്റെ മിറർ ഇമേജ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കണ്ടീഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാനുള്ള കണ്ടീഷനാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1-to-1 ഫംഗ്ഷൻ ആണോ എന്നുള്ളത്. ഫംഗ്ഷൻ 1-to-1 ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ x1 ഈക്വൽ ടു x2 എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1-to-1 ആയിരിക്കും, എഫിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് പറയും. ഓക്കെ, പിന്നെ അതേപോലെ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ചെയ്യുന്നത് നമ്മൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഇക്വേഷന് എക്സിന് വേണ്ടിയിട്ട് സോൾവ് ചെയ്യുക. എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് y എന്നുള്ളത് എഴുതുക. ജസ്റ്റ് അവിടെ വേരിയബിൾ ചേഞ്ച് ചെയ്തിട്ട് അതിൽ y ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കിട്ടുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നതായിരിക്കും y ഈക്വൽ ടു എഫ് ഓഫ് എക്സിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്നുള്ളത് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Thank you.